നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധം പ്രഖ്യാപിച്ച ഹണി റോസിന് മുന്നിലേക്ക് എതിരാളികൾ കൂടുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ അടുത്ത എതിരാളിയായി രാഹുൽ ഈശ്വർ മാറിയിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ ഹണി റോസ് പോരാട്ടം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെതിരെ പ്രതികരണവുമായി ഹണി റോസ് രംഗത്ത് വന്നിരിക്കുന്നു. രാഹുലിന് ഭാഷയിലുള്ള നിയന്ത്രണം സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന രൂക്ഷ വിമർശനവുമായി ഹണി റോസ്. എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ മുന്നിൽ വരേണ്ടി വന്നാൽ അക്കാര്യം താൻ ശ്രദ്ധിക്കാം എന്നതടക്കമുള്ള പരിഹാസ രൂപത്തിലുള്ള ഒരു മറുപടിയാണ് ഹണി റോസ് നൽകിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമത്തിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ നടത്തിയ പ്രതികരണങ്ങൾക്ക് ഹണി റോസ് മറുപടി നൽകിയത്. ഹണിയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ്. ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ടു ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും. ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും. പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്ന് അറിയില്ലല്ലോ. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രദാനം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം എന്ന മറുപടിയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിന് നൽകിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിച്ച് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നത്. ഹണി റോസിന്റെ വസ്ത്രധാരണം മോശമാണെന്നും പറയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നും ആൺനോട്ടങ്ങളെ കച്ചവടവൽക്കരിച്ച ശേഷം താനത് അറിഞ്ഞില്ലെന്നും തനിക്ക് തിരിച്ചറിവില്ലെന്നും പറയുന്നതിൽ അർത്ഥമില്ലെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു. ഒരു സ്ത്രീയോടും ഒരു രീതിയിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല. പക്ഷേ അഭിനേത്രി തന്നെയായ ഫറാ ഷിബില പറഞ്ഞ അഭിപ്രായവും ഈ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. ആൺനോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടുത്തെ പല ആളുകളും ചൂഷണം ചെയ്യുന്നുണ്ട്. അതിന് മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം അത്തരത്തിൽ നോട്ടങ്ങൾ വന്നുവെന്ന് പറഞ്ഞ് ഇരവാദം പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന സ്ത്രീയായ ഫറാ ഷിബില തന്നെ നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി ചേർത്ത് വായിച്ചു വേണം ഈ സംഭവത്തെ വായിക്കാൻ എന്നാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് പ്രതികരിച്ചത്. കുന്തി എന്ന് വിളിക്കുന്നതൊന്നും ഒരു കാലത്തും യോജിക്കാൻ സാധിക്കില്ല. പക്ഷേ മോൺസ്റ്റർ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് ഇതേ നടിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ ഡയലോഗ് സിനിമയിൽ പറഞ്ഞിട്ട് പ്രതിഫലം മേടിച്ചതിന് ശേഷം തൻ്റെ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ലെന്ന് ആരും കരുതരുത്. മോശമായി കമന്റ് ചെയ്യരുതെന്നാൽ മോശമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യാനെങ്കിലും മനസ്സ് കാണിക്കണമെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു. കണ്ണടച്ചിരുട്ടാക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിൽ ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവർ അല്ലേ എന്ന് ഫറാ ഷിബില ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വന്തം വൾഗർ വീഡിയോ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറായതാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. പക്ഷേ വൾഗർ വസ്ത്രം ധരിച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. വൾഗറായ വസ്ത്രം ധരിച്ച് അമല പോൾ കോളേജിൽ പോയപ്പോഴും ഓൾ വി ഇമാജിൻ എലൈറ്റ് എന്ന സിനിമയിൽ ദിവ്യപ്രഭ അഭിനയിച്ച രംഗങ്ങളും ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരുടെ ഉള്ളിൽ പ്രതികരണം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവും നടിമാർക്കും വേണം. ആൺനോട്ടങ്ങളെ കച്ചവടവൽക്കരിച്ച ശേഷം താനത് അറിഞ്ഞില്ലെന്നും തനിക്ക് തിരിച്ചറിവില്ലെന്നും പറയുന്നതിൽ അർത്ഥമുണ്ടോ? തീർച്ചയായും ഹണി റോസിന് കേസ് കൊടുക്കാൻ വകുപ്പുണ്ട്. പക്ഷേ ബോച്ചയുടെ വിഷയം ഒരു ക്ഷമയിൽ ഒതുക്കാമായിരുന്നു. പക്ഷേ ഒരു ജാമ്യമില്ലാ കേസിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. നടി ഹണി റോസിന്റെ പരാതിയിൽ ഇന്നലെ രാവിലെയാണ് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത്. വയനാട്ടിൽ വെച്ചായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. നടി പരാതി കൊടുത്തതിന് പിന്നാലെ ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.